പല കാരണം കൊണ്ട് തലവേദന വരാം. കൂടുതൽ തലവേദനയുള്ള വ്യക്തികൾ ഡെഫിനറ്റായിട്ടും നമ്മളൊരു കണ്ണിൻ്റെ പരിശോധനയും നമ്മൾ ആവശ്യമായിട്ട് വരാറുണ്ട്. സൈനസൈറ്റിസ് മാത്രമല്ല, ദശ വളരുന്നത് വരാം. അപ്പോൾ അതുകൊണ്ടൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമുക്ക് മുഖത്ത് നീര്, കണ്ണിന് നീര് എന്ന് വെച്ചാൽ ഇതെല്ലാം വളരെ അടുത്തടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. നമുക്കിതിനകത്ത് നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകൾ കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. പ്രത്യേകിച്ച് തലവേദന, തലകറക്കം, അങ്ങനത്തെ ഒരു വേഗമായിട്ടുള്ള നമ്മൾ സബ്ജക്റ്റീവ് സിംറ്റംസ് പറയും. അതായത് നമുക്ക് കാണുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ നമുക്കൊരു പനിയോ അല്ലെങ്കിൽ ഒരു ജലദോഷമോ ഉണ്ടെങ്കിൽ കാണുന്നവർക്ക് മനസ്സിലാവും, ഓ ഇയാൾക്ക് രോഗമുണ്ടെന്നുള്ളത്. തലവേദന എന്നൊക്കെ പറയുന്നത് രോഗി പറയുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് അതിനകത്ത് വരാം, തോന്നലുകൾ വരാം. അല്ലാത്തത് നമ്മൾ ക്രോണിക് ഹെഡേക്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെയുണ്ട്. അതായത് കുറേ നാൾ നിൽക്കുന്ന തലവേദനകൾ. പിന്നെ ചിലർ ഒത്തിരി പെയിൻ കില്ലറുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ എന്ത് മരുന്നുകൾ കഴിച്ചാലും തലവേദന മാറാത്തവരുണ്ട്. അപ്പം അങ്ങനെ ചില വിഭാഗങ്ങൾ, ഇപ്പം ഉറക്കം ശരിയാവാത്തവരുണ്ടാവാം, ടെൻഷൻ കൂടുതലുള്ള വ്യക്തികളുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും ഒരു ക്രോണിക് ഹെഡേക്സിന് കാരണമാവാറുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തോന്നൽ മാത്രമാണെന്ന് നമ്മൾ പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പലപ്പോഴും രോഗിക്കാണ് അതൊരു പക്ഷേ കൂടുതൽ അറിയാവുന്നത്. പല കാരണം കൊണ്ട് തലവേദന വരാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പം കണ്ണിൻ്റെ കാര്യം പറഞ്ഞതല്ലേ, കണ്ണിന് വരുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ കണ്ണിലെ പ്രഷർ കൂടുക, ഇപ്പോൾ കണ്ണിൽ വേറെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരിക, അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് തലവേദന വരാം. അത് ഒരു പക്ഷേ ഒരു കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ച് കണ്ണിൻ്റെ പ്രഷറും കണ്ണിൻ്റെ പവർ, ഇപ്പോൾ കുട്ടികൾക്ക് സാധാരണയായിട്ട് TV നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തലവേദന വരിക, അപ്പോൾ കണ്ണിൻ്റെ പ്രഷറുകൾ അല്ലെങ്കിൽ പവർ വ്യത്യാസം, ഇതെല്ലാം നമുക്ക് തലവേദനയ്ക്ക് കാരണമാവാറുണ്ട്. പിന്നെ നമ്മൾ തലയുടെ അകത്തുള്ള പ്രഷർ, റേസ്ഡ് ഇൻട്രാക്രൈനൽ പ്രഷർ എന്നൊക്കെ പറയും, അതൊക്കെ കൂടുന്നത് നമുക്ക് കണ്ണിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ തലവേദനയുള്ള വ്യക്തികൾ ഡെഫിനറ്റായിട്ടും നമ്മളൊരു കണ്ണിൻ്റെ പരിശോധനയും നമ്മൾ ആവശ്യമായിട്ട് വരാറുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ പറയുന്നത് നമ്മൾ തലയുടെ അകത്തുള്ള ഭാഗങ്ങൾ, പിന്നെ അല്ലെങ്കിൽ മൂക്ക്, നമ്മൾ സൈനസുകളൊക്കെ തലവേദന ഉണ്ടാക്കുന്ന പലപ്പോഴും ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മൈഗ്രെയിനുള്ള വ്യക്തികൾ തന്നെ പലപ്പോഴും വന്ന് പറയും, എനിക്ക് പണ്ട് തൊട്ടേ സൈനസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ പലപ്പോഴും ചോദിച്ചു വരുമ്പം വെയിലത്ത് പോകുമ്പം യാത്ര ചെയ്യുമ്പോൾ വരുന്ന തലവേദനയാണ്. അപ്പം അതൊക്കെയാണ് കൂടുതലും ഒരു മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങളാണ് കൂടുതൽ. സൈനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും മൂക്കടപ്പ് അല്ലെങ്കിൽ ഒരു അലർജിയുള്ള വ്യക്തി, മൂക്കിൽ നിന്ന് കഫം വരിക, വായിലോട്ട് കഫം വരിക, മൂക്കിനകത്ത് ഒരു ചീത്ത മണമോ അല്ലെങ്കിൽ ഫൗൾ സ്മെല്ല് വരിക, മൂക്കിനകത്ത് കട്ടയായിട്ട് പാർട്ടിക്കിൾസ് വരിക. അപ്പം ഈ നീര് വരുന്നതൊക്കെ പല ഇതിൻ്റെ ഭാഗമായിട്ടും വരാം. ഇപ്പം മൂക്കിനകത്ത് ഇപ്പം സൈനസൈറ്റിസ് മാത്രമല്ല, ദശ വളരുന്നത് വരാം. അപ്പോൾ അതുകൊണ്ടൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമുക്ക് മുഖത്ത് നീര്, കണ്ണിന് നീര് എന്ന് വെച്ചാൽ ഇതെല്ലാം വളരെ അടുത്തടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ നമുക്കൊരു ഇന്ന കാരണം കൊണ്ട് മാത്രമാണ് തലവേദന വരുന്നത് എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നോക്കേണ്ടി വരും. അപ്പോൾ ഇതെന്തെങ്കിലും നമ്മളൊരു കാരണങ്ങൾ, ഇപ്പോൾ പല്ല് വേദനയുണ്ട്, അല്ലെങ്കിൽ മുകളിലത്തെ പല്ലുകളൊക്കെ സൈനസിൻ്റെ അടുത്തുള്ളതാണ്, പല്ല് വേദന വന്ന് അതിനകത്ത് നിന്ന് ഇൻഫെക്ഷൻ സൈനസിലോട്ട് വരിക. അപ്പോൾ അങ്ങനെ നമുക്കൊരു 100,000 കാരണങ്ങൾ കൊണ്ട് നമുക്ക് തലവേദന വരാം. അപ്പോൾ പലപ്പോഴും ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുക, അല്ലെങ്കിൽ അത് ചെല്ലുമ്പോഴാണ് ഇത് കണ്ണുകൊണ്ട് വരുന്നതാവാം, അല്ലെങ്കിൽ ഇത് തലച്ചോറിൻ്റെ അല്ലെങ്കിൽ തലയുടെ ഭാഗം, ഞരമ്പുകളുടെ ഭാഗമായിട്ട് വരുന്നതാവാം, അല്ലെങ്കിൽ സൈനസ് സംബന്ധമായാവാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ സൈക്കോജനിക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ അതുമായിട്ടുള്ള അനുബന്ധ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നതാവാം. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും നമുക്കത് നോക്കേണ്ടതാണ്. തലവേദനയ്ക്ക് അങ്ങനെ ഒറ്റ കാരണം എന്ന് പറഞ്ഞ് പലപ്പോഴും ഇത് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പിന്നെ നമ്മൾ വളരെ നല്ലൊരു ശതമാനം പോപ്പുലേഷനിൽ വരുന്ന ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ, അതായത് ചെന്നികുത്തെന്ന് പറയുന്നത്. നമ്മൾ ചെന്നികുത്തെന്ന് പറയുന്നത് അതിൻ്റെ രോഗലക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലും ഡയഗ്നോസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വരാനുള്ള കാരണങ്ങൾ നമ്മൾ വളരെ സാധാരണയായിട്ട് പറയുന്നത് വെയിലത്ത് പോവുക, അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ്സ്, ഇപ്പോൾ ഡിസ്കോ ലൈറ്റ്സ്, ഇപ്പോൾ ഇതേപോലത്തേക്കുള്ള ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ, വളരെ ഒച്ചയുള്ളത് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക, അതായത് നമുക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കുന്നത് നമുക്ക് ഇറിറ്റബിൾ ആവുക, ദൂരയാത്ര ചെയ്യുമ്പം ഛർദ്ദിക്കാൻ വരിക. മോഷൻ സിക്നസ് മൈഗ്രെയിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളിൽ പീരിയഡ്സിൻ്റെ ടൈമിൽ, പിന്നെ ചില ഫുഡുകളുടെ ട്രിഗറുകൾ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു മൈഗ്രെയിന് കാരണമായേക്കാവുന്ന അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ് പലപ്പോഴും. അപ്പം നമ്മൾ ഈ രോഗലക്ഷണങ്ങളിൽ നിന്നാണ് ഒരു പക്ഷേ നമ്മളൊരു മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യുന്നത്. പക്ഷേ ഒപ്പം തന്നെ നമ്മൾ രോഗിയെ പരിശോധിക്കുകയും ചെയ്യും. വേറെ എന്തെങ്കിലും മൈഗ്രെയിനുള്ള വ്യക്തികൾക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അവരുടെ സൈനസുകൾക്കോ തലച്ചോറിനോ അല്ലെങ്കിൽ ഞരമ്പുകൾക്കോ കണ്ണിനോ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തപ്പോഴും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ നടക്കുമ്പോഴാണ് നമ്മളത് മൈഗ്രെയിൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡയഗ്നോസിസിലേക്ക് നമ്മൾ വരുന്നത്.